Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 28. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വൈകുന്നേരത്തെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് സൊസൈറ്റിയുടെ പടികളിറങ്ങുമ്പോൾ ഗൗരിയുടെ കൂടെ ആൻസി ചേച്ചിയും രശ്മിയും ഉണ്ടായിരുന്നു. പകൽ വെളിച്ചം മെല്ലെ മാഞ്ഞു തുടങ്ങിയ ആ സമയത്ത് അന്നത്തെ വിശേഷങ്ങളും പറഞ്ഞ് അവർ നടന്നു. ചുറ്റിനും റബ്ബർ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവിടമൊക്കെ വൈകുന്നേരമാകുമ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞ പ്രതീതിയാണ്. അതുകൂടാതെ ഹൈറേഞ്ചിന്റെ തണുപ്പും. ആൻസിക്കും രശ്മിക്കും സൊസൈറ്റിയിൽ നിന്നും വീട്ടിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. എന്നാൽ ഗൗരിക്ക് ബസ് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ബസ് സ്റ്റോപ്പിന് അപ്പുറത്താണ് ആൻസിയുടെയും രശ്മിയുടെയും വീടുകളിലേക്കുള്ള വഴികൾ. അതുകൊണ്ട് തന്നെ എന്നും അവർ ഒരുമിച്ചാണ് ഇറങ്ങാറുള്ളത്. അന്നും പതിവ് പോലെ 3 പേരും കൂടി ഓഫീസിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിന് അരികിലെത്തിയപ്പോഴാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന പോലീസ് ജീപ്പിൽ ചാരി നിൽക്കുന്ന ദേവനെ ഗൗരി കാണുന്നത്. അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. സംസാരിച്ചും കൊണ്ട് കൂടെ നടന്നിരുന്നവൾ പെട്ടെന്ന് മിണ്ടാതായപ്പോഴാണ് ആൻസിയും രശ്മിയും നോക്കിയത്. നടപ്പ് നിർത്തി അല്പം മുന്നിലുള്ള പോലീസ് ജീപ്പിലേക്ക് നോക്കിയുള്ള അവളുടെ ആ നിൽപ്പ് കാണേ അവരുടെ നോട്ടം പിന്നെ ദേവന്റെ നേർക്കായി. ദേവനെ നേരത്തെ കണ്ടു പരിചയമുള്ള ആൻസിക്ക് ഗൗരിയുടെ ആ നിൽപ്പിന്റെ കാരണം പിടികിട്ടി. കഥകളൊക്കെ അറിയാമെങ്കിലും ദേവനെ കണ്ട് പരിചയമില്ലാത്ത രശ്മി കാര്യം മനസ്സിലാവാതെ നിന്നു. എന്താ അടി കൊച്ചേ, നിന്റെ പോലീസുകാരൻ എവിടെ കിടന്ന് കറങ്ങുന്നേ? മുട്ടുകൈ കൊണ്ട് ഗൗരിയെ ഒന്ന് ഉന്തിക്കൊണ്ടുള്ള ആൻസിയുടെ ചോദ്യം കേട്ട് രശ്മി കണ്ണുകൾ ചുരുക്കി ഗൗരിയെയും ദേവനെയും മാറി മാറി നോക്കി. ദേവേട്ടനാണോ ചേച്ചിയത്? അവളുടെ ചോദ്യത്തിന് ആൻസി അതെ എന്ന് തല കുലുക്കുമ്പോഴും ഗൗരിയുടെ നോട്ടം ദേവന്റെ നേർക്കായിരുന്നു. അവളുടെ നിൽപ്പ് കണ്ട് ഇരുവരും ചിരിക്കുമ്പോഴേക്കും ദേവൻ അവളുടെ അരികിലേക്ക് നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഗച്ചു, ഞാൻ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ദേവൻ പറഞ്ഞത് കേട്ട് സ്വപ്നത്തിൽ എന്നതുപോലെ തല കുലുക്കിയ ഗൗരി പെട്ടെന്നാണ് കൂടെ നിൽക്കുന്നവരെ കുറിച്ച് ഓർത്തത്. നോക്കുമ്പോ രണ്ടിന്റെയും മുഖത്തുണ്ട് ആക്കിയുള്ള ഒരു ചിരി. വെളുക്കനെ ഒന്ന് ചിരിച്ചിട്ട് ഗൗരി അവരെ രണ്ടുപേരെയും ദേവന് പരിചയപ്പെടുത്തി. നേരിട്ട് പരിചയമില്ലെങ്കിലും നാട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നിരുന്ന സഖാവ് ദേവനന്ദനെ ഞങ്ങൾക്കൊക്കെ പണ്ടേ അറിയാൻ കൊച്ചേ. അവളോട് മറുപടി പറഞ്ഞിട്ട് ആൻസി അവനെ കുസൃതിയോടെ നോക്കി. എന്നാണ് ഇൻസ്പെക്ടർ സാറേ ഞങ്ങൾക്കൊക്കെ ഒരു സദ്യ തരിക? അധികം താമസിയാതെ തന്നെ ശരിയാക്കാം അല്ലേ ഗച്ചു? ചെറിയൊരു ചമ്മലോടെ ഗൗരി തലകുലുക്കി. ഇനിയിപ്പോ എന്നും ഉണ്ടാവോ ഈ വരവ്? ആൻസി ചേച്ചി അവനെ വിടാനുള്ള ഭാവമില്ല. സംശയിക്കണ്ട, സമയം കിട്ടുമ്പോഴേക്കും ഉണ്ടാവും. ഒട്ടും വിട്ടുകൊടുക്കാതെ ചിരിയോടെ അവൻ മറുപടി പറയുമ്പോഴേക്കും ഒപ്പം ചിരിക്കുന്ന അവന്റെ കണ്ണുകളിൽ നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി. ശരി ശരി, നടക്കട്ടെ, പോട്ടെ ഗച്ചുമോളെ. നീട്ടിയൊന്നു പറഞ്ഞുകൊണ്ട് ആൻസി രശ്മിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. അവരാ വിളിച്ചത് കേട്ട് കവളും വീർപ്പിച്ചുകൊണ്ട് ഗൗരി ദേവനെ നോക്കി. എന്താ? 100 നാവ ആൻസി ചേച്ചിക്ക്. ഇനി എന്നെ ഗച്ചുമോളെ ഒന്ന് വിളിച്ച് കൊല്ലും പുള്ളിക്കാരത്തി. വിളിക്കുമ്പോഴേ നീ ചുമ്മാ നീണ്ടു നിവർന്നു നിന്ന് അങ്ങ് വിളി കേട്ടാ മതി. വാടി വണ്ണേ. അവൻ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെയും കൂട്ടി ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. വിട് ദേവേട്ട, ആരെങ്കിലുമൊക്കെ കാണും കേട്ടോ. അവന്റെ പിടുത്തത്തിൽ നിന്നും മെല്ലെ കുതറിക്കൊണ്ട് അവൾ ചുറ്റിനും നോക്കി. നേരിയ ഇരുട്ടു പരന്നു തുടങ്ങിയിരുന്ന ആ പ്രദേശം വിജനമായിരുന്നു. ആൻസി ചേച്ചിയും രശ്മിയും അവരുടെ വീടുകളിലേക്കുള്ള വഴികളിലേക്ക് തിരിഞ്ഞ് കാഴ്ചയിൽ നിന്നും മറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, നിന്നെ റേപ്പ് ചെയ്യാനൊന്നും കൊണ്ടുപോകുകയല്ല ഞാൻ. പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ കണ്ണുരുട്ടി. ജീപ്പിനടുത്ത് എത്തിയതും അവൻ പിടിവിട്ടെങ്കിലും കാന്തം കൊണ്ട് ആകർഷിക്കപ്പെട്ടതുപോലെ അവൾ അവന്റെ അടുത്ത് തന്നെ പറ്റിച്ചേർന്ന് നിന്നതേയുള്ളൂ. ഇന്നെന്താ തനിച്ച്? ആ ഡ്രൈവറില്ലേ? ബൊലേറയുടെ അകത്തേക്ക് എത്തി നോക്കിയിട്ട് വേറെ ആരുമില്ല എന്ന് കണ്ടതിന്റെ സന്തോഷത്തോടെ അവൾ ചോദിച്ചു. ഞാൻ ആദിവാസി കോളനിയിലൊന്ന് പോയിട്ട് വരുന്ന വഴിയാ. അവരെല്ലാം സ്റ്റേഷനിൽ ഇറക്കിയിട്ട് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇതുവഴി വന്നതാ. അവസാനത്തെ വാക്കുകളിലുണ്ടായിരുന്ന ആ നീട്ടിക്കുറുക്കലിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് തോന്നി അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. എന്നാൽ അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം അതവളെ നിശബ്ദയാക്കി കളഞ്ഞു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരാഴം ആ നോട്ടത്തിൽ. ശ്വാസം വിലങ്ങിയതുപോലെ അവൾ നിന്നു. ഇങ്ങനെ നോക്കി നിൽക്കാനാണോ ഉദ്ദേശം? കയറുന്നില്ലേ? ഒരു കള്ളച്ചിരിയുടെ ദേവനത്ത് ചോദിച്ചപ്പോ ഗൗരി അവന്റെ കയ്യിലൊന്ന് നുള്ളിയിട്ട് അധികാരത്തോടെ ഡ്രൈവർ സീറ്റിനടുത്തുള്ള സീറ്റിലേക്ക് കയറിയിരുന്നു. ദേവൻ അവളുടെ വശത്തെ ഡോർ അടച്ച് അപ്പുറം ചെന്ന് വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
ആ ചിരി അവന്റെ ചുണ്ടുകളിൽ മാത്രമല്ല, പ്രണയം തുളുമ്പുന്ന കണ്ണുകളിലും ഉണ്ടായിരുന്നു. വണ്ടി വിജനമായ പാതയിലൂടെ നീങ്ങവേ ദേവന്റെ ഇടത് കൈ ഗൗരിയുടെ മടിയിലിരുന്ന കൈകളിൽ കോർത്തു പിടിച്ചു. പറയ് ദേവേട്ട, എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അവൾ മെല്ലെ ചോദിച്ചു. ഇന്ന് കാലത്ത് ഫോൺ ചെയ്തപ്പോ ആരൊക്കെ മാറിപ്പോയെന്നോ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞു കേട്ടായിരുന്നേ. എവിടെയാ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് നോക്കാൻ വന്നതാ. മീശ പിരിച്ച് കുസൃതിയോടെ അവൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരത്തിന്റെ വടിവുകളെ അളന്നു. അവൾ കൈ നീട്ടി അവന്റെ പിരിച്ചു വെച്ച മീശ താഴേക്കാക്കിയിട്ട് ആ കവളിൽ നുള്ളി. വ്യത്യാസം എവിടെയാ വന്നിട്ടുള്ളതെന്ന് ഈ വഴിയിൽ വെച്ച് തന്നെ നോക്കണോ മാഷേ? അവന്റെ ചിരിക്കുന്ന കണ്ണുകളിൽ നോക്കുമ്പോ അവൾക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഓ, എവിടെയാണേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞതും അവൻ വണ്ടി വിജനമായ വഴിയോരത്തേക്ക് ഒതുക്കി നിർത്തി. സന്ധ്യയാകും മുന്നേ ഇരുട്ട് വീഴ്ത്തിയ മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നേർത്ത തണുപ്പും നിശബ്ദതയും ആ ജീപ്പിനുള്ളിലെ അന്തരീക്ഷത്തെ കൂടുതൽ പ്രണയാർദ്രമാക്കി. വിജനമായ ആ പാതയോരത്തെ ജീപ്പിനുള്ളിൽ തനിച്ചായി പോയവർ അവിടെ അവരുടേതായൊരു ലോകം തീർക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഇതുവരെ കാണാത്തൊരു ഭാവം നിഴലിക്കുന്നത് അവൾ കണ്ടു. അതിന്റെ അർത്ഥം തേടി അവൾ എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും ദേവൻ തന്റെ വിരൽ അവളുടെ ചുണ്ടുകളിൽ വെച്ച് അവളെ തടഞ്ഞു. ആ നേർത്ത തണുപ്പിലും വിയർപ്പ് പൊടിഞ്ഞുപോയ മുഖത്തോടെ അവൾ നോക്കുമ്പോൾ അവൻ തന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടുവന്നു. അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞുപോയി. മീശത്തുമ്പുകൾ മേൽചുണ്ടിനെ മെല്ലെ നോവിച്ചതിനൊപ്പം ആ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്നപ്പോ അടഞ്ഞുപോയ കണ്ണുകൾ മിഴിച്ചുന്തി. ആദ്യ ചുംബനം, അതിന്റെ ലഹരി ഒരു മിന്നൽ പിണർ പോലെ അവളുടെ ഉടലിലൂടെ പാഞ്ഞു. സമയവും കാലവും നിശ്ചലമായതുപോലെ അവൾ അവനെ ഇറുക്കെ പിടിച്ചു. അവരുടെ ലോകം മുഴുവൻ ആ ഒരു ജീപ്പിനുള്ളിലേക്ക് ഒതുങ്ങി. പ്രകൃതിയും ആ പ്രണയത്തിന് കൂട്ടുനിൽക്കും പോലെ മരച്ചില്ലകൾ കാറ്റിൽ മെല്ലെ മർമരം പൊഴിച്ചു. മണ്ണിൽ നിന്നും ഉയർന്ന നേർത്ത മണം ആ തണുത്ത കാറ്റിനൊപ്പം അലിഞ്ഞു ചേർന്നിരുന്നു. ആകാശത്തപ്പോഴും ബാക്കിയുണ്ടായിരുന്ന ചെഞ്ചായം പോലും മെല്ലെ കറുപ്പിന് വഴിമാറിക്കൊടുത്തു. ദീർഘനേരത്തെ ആ ചുംബനത്തിനൊടുവിൽ ഇതപ്പോടെ ഗൗരി അവനിൽ നിന്നും അകന്നു മാറി. അവളുടെ ശ്വാസം വേഗത്തിലായിരുന്നു. ഹൃദയം ഒരു ചെണ്ട എന്നോണം മിടിച്ചു. ആ വെപ്രാളം കണ്ട് മനോഹരമായൊരു പുഞ്ചിരിയോടെ ദേവൻ അവളുടെ തലയിൽ മെല്ലെ തലോടി. തന്റെ മുഖത്തേക്ക് രക്തം ഓടിക്കേറി ചുവന്നു തൊടുത്തതും ഉള്ളിലെ വികാരങ്ങൾ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നതും അവനിൽ നിന്നും മറച്ചു പിടിക്കാനെന്നോണം അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തതുപോലെ ദേവൻ തന്റെ കൈകൾ കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. എന്തേ? ആഴമേറിയ കണ്ണുകൾ കൊണ്ടാണ് അവൻ ചോദിച്ചത്. ഗൗരി വെറുതെ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലകുലുക്കി. അവളുടെ മൗനത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞിട്ടെന്നോണം കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാതെ ദേവൻ ജീപ്പ് മുന്നോട്ടെടുത്തു. വണ്ടി നീങ്ങുമ്പോഴും ഗൗരി ഇടം കണ്ണിലൂടെ ദേവനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം കണ്ടിട്ടെന്നോണം അവൻ വീണ്ടും തല തിരിച്ചു നോക്കി. ദേവേട്ട, ഇന്നലെ വൈകുന്നേരം ചെടികൾ നനക്കുന്നതിനിടയിൽ അമ്മ എന്നോട് സംസാരിച്ചു. അത് കേട്ടതും ദേവന്റെ വണ്ടിയിലുണ്ടായിരുന്ന ശ്രദ്ധ അല്പമൊന്ന് പാടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ആര്? എന്റെ അമ്മയോ? ഗൗരി പുറത്തേക്ക് നോക്കി വെറുതെ തലയാട്ടി. അവൾ ഇപ്പോഴും ആ പഴയ കാഴ്ചകളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് കാലത്ത് വിളിച്ചപ്പോ ഇതുകൂടി പറയാൻ വന്നതാ. പക്ഷെ ദേവേട്ടൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാ ലക്ഷ്മിയെടുത്തിയുടെ കാര്യം മാത്രം പറഞ്ഞത്. അവൻ വണ്ടിയുടെ വേഗത കുറച്ചു. എന്താടകച്ചു? അമ്മ നിന്നെ വേദനിപ്പിക്കും വിധം എന്തെങ്കിലും പറഞ്ഞോ? അവന്റെ വാക്കുകളിൽ അവളോടുള്ള കരുതൽ നിറഞ്ഞു നിന്നു. മകന്റെ പിന്നാലെ നടക്കുന്നത് നിർത്തണമെന്ന് അമ്മ പറഞ്ഞു. ഗൗരിയുടെ സ്വരം ഇടറിയിരുന്നു. കണ്ണിലെ നനവ് അവൻ കാണാതിരിക്കാൻ അവളുടെ നോട്ടം അപ്പോഴും പുറത്തെ ഇരുൾ വീണ വഴികളിലേക്കായിരുന്നു. ദേവൻ പെട്ടെന്ന് വണ്ടി വീണ്ടും പാതയോരത്തേക്ക് ഒതുക്കി നിർത്തി. ഗൗരി, ഇങ്ങോട്ട് നോക്ക്. അവന്റെ ശബ്ദത്തിൽ ഗൗരവവും ഒപ്പം അളവറ്റ കരുതലുമുണ്ടായിരുന്നു. അവൾ മുഖം തിരിച്ചു. നിറഞ്ഞു തൂകാൻ നിൽക്കുന്ന അവളുടെ മിഴികൾ കണ്ട് അവന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അവൻ കൈ ഉയർത്തി ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തിനാ ഗച്ചു നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കല്ലാട്ട ദേവന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകൂന്ന്. അറിയാം ദേവേട്ട. വിറകൊള്ളുന്ന ചുണ്ടുകളോടെ അവൾ അവനെ നോക്കി. പക്ഷേ ദേവേട്ടനെ കൊലക്ക് കൊടുക്കരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല ദേവേട്ട. അതോടെ അവളുടെ നിയന്ത്രണം വിട്ടുപോയി. അവന്റെ തോളിലേക്ക് ചാഞ്ഞ് അവൾ ഉറക്കെ കരഞ്ഞു. ദേവൻ അവളെ ചേർത്തു പിടിച്ച്
ആ നെറുകയിലും കവിളിലും ചുംബിച്ചു. അവളുടെ കരച്ചിലൊന്ന് ഒതുങ്ങുന്നതുവരെ അവൻ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ക്രമേണ അതൊരു തേങ്ങലായപ്പോ അവളുടെ നെറുകയിൽ ഒന്നുകൂടി ചുംബിച്ചിട്ട് അവൻ പറഞ്ഞു, ഗജു, അമ്മയൊക്കെ പഴയ ചിന്താഗതിക്കാരാ. അവരെ പെട്ടെന്ന് തിരുത്താൻ കഴിയില്ല എന്ന് കരുതി നമ്മുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്, ഈ കല്ലാട്ട ദേവനെ അപകടപ്പെടുത്താൻ മാത്രമുള്ള ദോഷമൊന്നും ആര്യകത്തേന്റെ ഗൗരിക്കുട്ടിക്കില്ല. ആത്മാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ വഴിമാറാത്ത എന്ത് ദോഷമാ കൊച്ചേ ഈ ലോകത്തുള്ളത്? അവന്റെ വാക്കുകൾ നൽകിയ കരുത്തോടെ അവൾ മിഴികൾ തുടച്ച് അവനെ നോക്കി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി അവന്റെ കവളിൽ അമർത്തിയൊരു ചുംബനവും നൽകി. ശേ, അല്പം കൂടി നീങ്ങി ആ ഉമ്മ ചുണ്ടിലാക്കായിരുന്നു. ദേവൻ കുസൃതിയുടെ കണ്ണു ചിമ്മി പറഞ്ഞപ്പോ ഗൗരിയുടെ മുഖമൊന്ന് തൊടുത്തു. അവൾ താൻ ഉമ്മ വെച്ച അതേ കവളിൽ സ്നേഹത്തോടെ ഒന്ന് നുള്ളിയിട്ട് തന്റെ പല്ലുകൾ ആ കവളിലേക്ക് മെല്ലെ താഴ്ത്തി. ഔ! വേദന നടിച്ചും കൊണ്ട് അവൻ മുഖം വെട്ടിച്ചു. അവൾ ചിരിച്ചപ്പോ ആ തലയിലൊന്ന് കൊട്ടിയിട്ട് അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗൗരി സീറ്റിൽ നിന്നും മെല്ലെ നിരങ്ങി നീങ്ങി അവന്റെ തോളിലേക്ക് തല ചായച്ചു. ആ ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോ അവർക്ക് മുന്നിൽ ആ പാത നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. ചക്രവാളത്തിൽ ബാക്കിയായ അന്തിവെളിച്ചം പൂർണ്ണമായും മായുകയും നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. പ്രതിബന്ധങ്ങൾ പോലെ ഇരുട്ട് വീണ് കിടന്നിരുന്ന വഴിയിൽ ജീപ്പിന്റെ വെളിച്ചം അവരുടെ പ്രണയം പോലെ പ്രകാശിച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.